ആധാരം എവിടെയാണെന്നറിയാൻ രേവതിയുടെ വീട്ടിലേക്ക് പോകുന്ന സച്ചിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത്. തുടർന്ന് രേവതിയുടെ വീട്ടിലെത്തുന്ന സച്ചി അവിടെ ആരെയും കാണാത്തതിനെ തുടർന്ന് പൂക്കടയിൽ അന്വേഷിച്ചു ചെല്ലുന്നു. ശേഷം കടയിൽ കാണാത്തതിനെ തുടർന്ന് ക്ഷേത്രത്തിനകത്തെത്തി രേവതിയെ പറ്റി അന്വേഷിക്കുമ്പോൾ അവർ 3 പേരുടെ ഓട്ടോയിൽ കയറി പോയി എന്ന് അവിടെ തൂക്കുന്നൊരു ചേച്ചി സച്ചിയോട് പറയുന്നു. പിന്നീട് ലക്ഷ്മിയമ്മ രേവതിനെയും ദേവുവിനെയും കൊണ്ട് ഒരു സന്യാസിനിയായ അമ്മയെ കാണാൻ എത്തുന്നു. തുടർന്ന് ലക്ഷ്മിയമ്മ രേവതിയുടെയും സച്ചിയുടെയും പ്രശ്നങ്ങളും അച്ഛൻ്റെ അവസ്ഥയെപ്പറ്റിയും അമ്മയോട് പറയുന്നു. ശേഷം അമ്മ ഒരു ചരട് ജപിച്ചു കൊടുക്കുകയും ഇത് അച്ഛൻ്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണമെന്നും ദൈവാനുഗ്രഹമുള്ള നിന്നെ കൊണ്ട് ആർക്കും ഒരു ദോഷവും ഉണ്ടാവില്ലെന്നും നീ ചെല്ലുന്നിടത്തെല്ലാം നല്ലതേ വരുമെന്നും ഈ സങ്കടമൊന്നും അധികകാലം ഉണ്ടാവില്ലെന്നും രേവതിയോട് പറയുന്നു. ശേഷം പുറത്തെത്തുന്ന ലക്ഷ്മിയമ്മ രവിയേട്ടനും മോൾക്കും ഇങ്ങനൊരു അവസ്ഥയുണ്ടാവാൻ കാരണം ആ ശ്രീകാന്ത് ആണെന്നും അവൻ ഒരിക്കലും നന്നാവില്ലെന്നും പറയുന്നു. പിന്നീട് ഫൈനാൻസ് ഓഫീസിലെത്തുന്ന സച്ചി പലിശക്കാരനോട് അച്ഛൻ അറ്റാക്കായിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണെന്നും ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ 4 ലക്ഷം രൂപ അത്യാവശ്യമായി വേണമെന്നും വീടിൻ്റെ ആധാരം എൻ്റെ ഭാര്യയുടെ കയ്യിലാണെന്നും അതുകൊണ്ട് നാളെ എത്തിക്കാമെന്നും പറയുന്നു. എന്നാൽ ഈട് വെക്കാൻ ഒന്നുമില്ലാത്തതിനാൽ പണം തരാൻ പറ്റില്ലെന്നും ആധാരം കൊണ്ടുവന്നാൽ പണം തരാമെന്നും പലിശക്കാരൻ തർപ്പിച്ചു പറയുന്നു. ശേഷം പണത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന സച്ചിയോട് പലിശക്കാരൻ ദേഷ്യപ്പെടുകയും നാളെ നിന്റെ അച്ഛൻ മരിച്ചുപോയാൽ ഞാൻ എന്ത് ചെയ്യുമെന്നും ചോദിക്കുമ്പോൾ പലിശക്കാരനെ സച്ചി തല്ലാനൊരുങ്ങുന്നു. തുടർന്ന് പലിശക്കാരൻ്റെ ഗുണ്ടകളുമായി സച്ചി തല്ലുണ്ടാക്കുകയും ഇനി എനിക്ക് നിന്റെ പണം വേണ്ടെന്നും എൻ്റെ അച്ഛനെ എങ്ങനെ രക്ഷിക്കണമെന്ന് എനിക്ക് അറിയാമെന്നും പറഞ്ഞ് സച്ചി അവിടെ നിന്നും പോകുന്നു. തുടർന്ന് സച്ചിക്ക് ഒരു പണി കൊടുക്കണമെന്ന് പലിശക്കാരൻ തീരുമാനിക്കുന്നു. പിന്നീട് അച്ഛനെ രക്ഷിക്കാൻ പറ്റാത്തതോർത്ത് സങ്കടപ്പെട്ട് കരയുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.